നമസ്കാരം. പാലക്കാട് കല്ലടിക്കോട് ലോറിക്കടിയിൽപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾ മരിച്ച പശ്ചാത്തലത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ദേശീയപാത അതോറിറ്റി റോഡുകൾ നിർമ്മിക്കുന്നത് ഗൂഗിൾ മാപ്പുകൾ നോക്കിയാണെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയപാതയിലെ അപാകത പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് നടപടി സ്വീകരിക്കും. റോഡുകളിലെ ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പലയിടത്തും ഹൈവേ നിർമ്മിക്കാൻ വരുന്ന എഞ്ചിനീയർമാർക്ക് റോഡില്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പുറത്തുള്ള കമ്പനികളുടെ കോൺട്രാക്ടർമാരുടെ ഡിസൈനിലാണ് പലയിടത്തും നിർമ്മാണം. ലോകബാങ്കിന്റെ റോഡുകൾ പോലെ പ്രാദേശിക എഞ്ചിനീയർമാരെയോ പ്രാദേശിക ജനപ്രതിനിധികളെയോ കണക്കിലെടുക്കാറില്ല. ഗൂഗിൾ മാപ്പ് വഴി റോഡ് ഡിസൈൻ ചെയ്ത ശേഷം പണം നൽകുകയാണ് ചെയ്യുന്നത്, ഗണേഷ് കുമാർ പറഞ്ഞു. ഡിസൈൻ ചെയ്യുന്ന റോഡരികിൽ വീടുണ്ടോ, വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയുണ്ടോ എന്നിവ കണക്കിലെടുക്കാറില്ല. റോഡ് നിർമ്മിക്കേണ്ട സൈറ്റിലെത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത്. റോഡിലെ വളവുകളിലെ കയറ്റം, ഇറക്കം എന്നിവയൊന്നും പരിഗണിക്കാറില്ല. ലോകബാങ്ക് നിർമ്മിക്കുന്ന റോഡുകളിൽ KSDPക്കോ PWD എഞ്ചിനീയർമാർക്കോ യാതൊരു പങ്കുമില്ല. വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താനായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തരാൻ ആവശ്യപ്പെടും. ചാലക്കുടി പോട്ടയിലേക്ക് പോകുന്ന വഴിയുള്ള സ്ഥിരം അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അണ്ടർപാസ് നിർമ്മിക്കാനായി ഉപരിതല ഗതാഗത വകുപ്പ് 48 കോടി രൂപയുടെ പദ്ധതിയിട്ടു. സർവീസ് റോഡ് നിർമ്മിക്കാനായി 18 കോടി രൂപയും ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.